നമ്മളെ ശരീരത്തില്, നമ്മളെ രക്തത്തില് വെസ്റ്റേജ് വേണം, ഉറക്കത്തിൽ വെസ്റ്റേജ് വേണം, ഉണർവിൽ വേണം. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും വിജയിക്കണം. നമ്മൾ വിജയിക്കാൻ വേണ്ടി വന്ന നമ്മള് പിന്നെ പുറകിലല്ല, നമ്മൾ പോസിറ്റീവ് എനർജി ഉള്ള ആളുകളാണ്. നമ്മളൊരു സോപ്പിന് എത്ര റിസൾട്ട് ഉണ്ട് അറിയാം നിങ്ങള്? നമ്മളൊരു പേസ്റ്റിന് എത്ര റിസൾട്ട്, നമ്മൾക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ട്. ആരുടെ മുമ്പിലും പണം വെക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് നമ്മൾക്കില്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ്, നിങ്ങളൊരു സ്കിൻ ഡോക്ടറെ അടുത്ത് പോവാ, എന്നിട്ട് സ്കിൻ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ എനിക്കൊന്ന് ശരിക്കും കുളിക്കാൻ, എന്റെ സ്കിന്നിന് പറ്റിയ, എന്റെ സ്കിന്നിന് ഒരു കേട് ആ ഡോക്ടർക്ക് 200-300 രൂപ നിങ്ങൾ കൊടുക്കണം. എന്നാലും വേണ്ടില്ല, നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. ആ ഡോക്ടർ എഴുതി തരും. ഡോക്ടർ നിങ്ങൾ പറയും അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചോന്ന് ഡോക്ടർ പറയില്ല. അവിടെ പോയി മേടിച്ചോന്ന് ഡോക്ടർ പറ. ഡോക്ടർ നിങ്ങൾക്കൊരു സോപ്പ് എഴുതി തരും. ആ സോപ്പ് ആയിട്ട് നിങ്ങൾ പോവുക, ചോദിച്ച് ആ സോപ്പ് മേടിക്കുമ്പോ 200-500 രൂപന്റെ അടിയിൽ ആ സോപ്പിന് വില കൊടുക്കണം. ഡോക്ടർ എഴുതി തന്ന സോപ്പിന് എന്തേ ഡോക്ടർ എഴുതി തന്നെ? ആ ഡോക്ടർക്ക് അറിയാം. എന്തേ ഡോക്ടർ പറഞ്ഞൂടെ നിങ്ങള് ലെക്സ് ഉപയോഗിച്ചോളൂ, നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിച്ചോളൂ എന്ന് ഡോക്ടർക്ക് പറഞ്ഞൂടെ? ഡോക്ടർ അത് പറയൂല. ഡോക്ടർക്ക് അറിയാം ഒരു സ്കിന്നിന് ആവശ്യമുള്ള സോപ്പ് ഇന്ന സോപ്പേ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഗൗതം പാലിക്ക് നമുക്കൊരു സലോട്ട് കൊടുക്കാം. അത്രയും നമ്മളെ 3 സോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, 4 സോപ്പോടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അശ്വര സോപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് കുറെ എന്താ അതിന്റെ രുചി എന്നറിയോ? അത് സൂപ്പർ. കുളിക്കുമ്പോ തന്നെ ഒരു സൂപ്പർ ഇതാണ് പേസ്റ്റ്. ഗാനോ പേസ്റ്റ് ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം പുറത്തുള്ളവർ കൊടുക്കാൻ. അത്രയും സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളൊരു ബിസിനസ് ആയിട്ടല്ല. ആദ്യം നമ്മൾ ഹെൽത്ത് നോക്കണം, നമ്മളെ ശരീരം നോക്കണം. നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്ന് ഉപയോഗിക്കണം. അല്ലാതെ നമ്മൾ ഉപയോഗിക്കാതെ വേറെ ആർക്കും പോയിട്ട് നിങ്ങൾ ആരും കരുതണ്ട. നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഉപയോഗിക്കൂ. നമ്മൾ ഉപയോഗിച്ചത് വേറെ ഒരാൾക്ക് നമ്മൾ പറയാൻ പറ്റുള്ളൂ. അത്രയും സൂപ്പർ പ്രൊഡക്റ്റ്. ഇനി പ്ലാനോ, ഇതിന്റെ പ്ലാൻ എന്താ? ഇതിന്റെ പ്ലാൻ എന്നറിയോ? ഇതിന്റെ പ്ലാന് ജീവിതത്തിൽ ഒരു 20,000-30,000 റുപ്യന്നൊക്കെ ഒരു ശമ്പളം കിട്ടണമെങ്കിൽ എത്ര ക്യാഷ് ചെലവാക്കണം നമ്മൾ? നിങ്ങൾ ഇതിന്റെ പ്ലാൻ പഠിക്കാതെ ഇപ്പൊ നാളെ 10-ാം തീയതി അല്ലേ ആയിഷ മാഡത്തിന്റെയും ഇതിലുള്ള എത്ര ആളുകളുടെ മനസ്സിൽ സന്തോഷ. എനിക്കറിയില്ല നാളെ എനിക്ക് എത്ര വരികയെന്നുള്ളത്. അറിയണം. വെസ്റ്റേജിന്റെ സോഫ്റ്റ്വെയർ 10-ാം തീയതി എന്താണ് സംസാരിക്കാന്നുള്ളത്. അല്ലാതെ നമ്മൾ 10-ാം തീയതി ഇങ്ങനെ കണ്ണും നൊട്ടി നോക്കിയിരിക്കണ്ട. തന്നീരല്ലോന്ന്. 2001 വന്നാലല്ലേ ബ്രോൺസ് ആവുള്ളൂ. അത് ടീം ബിൽഡിംഗ് കിട്ടുമെങ്കിൽ 2600 വരണ്ടേ? ഒരടിയിൽ ഒരാൾ വന്നാല് അതിന്റെ അപ്പുറത്ത് 1801 വരണ്ടേ? അത് പഠിക്കണ്ടേ?